മന്ത്രിസഭയിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. 2 മന്ത്രിമാർ വേണമെന്ന നിലപാടിൽ ഉറച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനം നിർണായകം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി UDF യോഗം വൈകിട്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി VD സതീശൻ. രമേശ് ചെന്നിത്തലയെ സതീശൻ വീട്ടിലെത്തി കണ്ടു. ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്നും ചെന്നിത്തല. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്ന് VD സതീശൻ. മുൻ സർക്കാരിന്റെ പദ്ധതികൾ നിർത്തില്ലെന്നും സതീശൻ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവില കൂട്ടി. ഡീസലിനും പെട്രോളിനും 3 രൂപയുടെ വർധന. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മോദി ഇന്ന് UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചയാകും. SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഇന്ന് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫലം പ്രഖ്യാപിക്കും. ഫലം കാത്ത് 4,17,497 വിദ്യാർത്ഥികൾ. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21-ന്. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി CBI. കൂടുതൽ അറസ്റ്റിന് സാധ്യത. 10 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച തട്ടിപ്പിൽ ഇതുവരെ അറസ്റ്റിലായത് 7 പേർ.